ഹലോ ഡിയർ ഫ്രണ്ട്സ്, മിക്കവാറും എല്ലാവരും പരമപ്രധാനമായി തിരഞ്ഞെടുക്കുന്ന മെഡിക്കൽ രംഗത്തെ ഡോക്ടർ, നേഴ്സ്, ഫാർമസി എന്നീ ക്ലാസിക്കൽ മെഡിക്കൽ കോഴ്സുകൾ മാത്രമല്ല, ഈ രംഗത്ത് കരിയർ ഡെവലപ്മെൻറ്റിനായി പ്രചാരത്തിലുള്ള ധാരാളം കോഴ്സുകൾ വേറെയുമുണ്ട്. സാമാന്യ ജനത്തിന് അത്ര പരിചിതമല്ലാത്തതും എന്നാൽ മെഡിക്കൽ രംഗത്ത് കൂടുതൽ തൊഴിൽ സാധ്യതയുമുള്ള അപൂർവമായ മെഡിക്കൽ കോഴ്സുകളുടെ ഒരു ശ്രേണിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരമ്പരയിൽ ഇന്ന് രണ്ടാമത്തെ കോഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി, BDT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് കിഡ്നി പരിപാലനത്തിനും ഡയാലിസിസ് ചികിത്സകളിലും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും അതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു ബിരുദ കോഴ്സാണ്. ഈ രംഗത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ധാരാളമുണ്ടെങ്കിലും കൂടുതൽ ജോലി സാധ്യതയുള്ളതും നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നതുമായ ബാച്ചിലർ കോഴ്സിനെയാണ് ഞാൻ ഈ രംഗത്ത് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ പരമ്പരയിലെ ഈ വീഡിയോയാണ് ആദ്യമായി കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഈ പരമ്പരയിലെ ആദ്യത്തെ വീഡിയോ കാണണമെന്നും അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ വീഡിയോ കാണാൻ ശ്രമിക്കാവുള്ളൂ എന്നും അഭ്യർത്ഥിക്കുന്നു. കാരണം ഒന്നാമത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് രണ്ടാമത്തെ വീഡിയോ വരുന്നത്. അതുപോലെ ഈ പരമ്പരയിൽപ്പെട്ട മറ്റ് വീഡിയോകൾ കാണുന്നതിനായും എഡ്യൂക്കേഷൻ രംഗത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ തുടർന്ന് കാണുക. ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി, BDT എന്നാൽ കിഡ്നി പരിപാലനത്തിലും ഡയാലിസിസ് ചികിത്സകളിലും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു ബിരുദ കോഴ്സാണ്. ഈ കോഴ്സ് കിഡ്നി രോഗങ്ങൾ നേരിടുന്ന രോഗികൾക്ക് ചികിത്സ നൽകുന്നതിന് ആവശ്യമായ വിജ്ഞാനവും കഴിവുകളും നൽകുന്ന ഡയാലിസിസ് ഉപകരണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിലും, അതായത് ഡയാലിസിസിന് മുമ്പും അതിനുശേഷവുമുള്ള അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ പരിപാലിക്കുക എന്നുള്ളതും, ഡയാലിസിസ് മെഷീൻ ഓപ്പറേഷൻ അഥവാ ഡയാലിസിസ് ഉപകരണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതും, ഇൻഫെക്ഷൻ കൺട്രോൾ, ഡയാലിസിസ് സമയത്ത് അണുബാധ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ പാലിക്കുക എന്നുള്ളതും അതിനുവേണ്ട പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതും ഈ കോഴ്സിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഈ കോഴ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് സാധാരണയായി 3 വർഷമാണ്. 3 വർഷത്തെ ക്ലിനിക്കൽ പരിശീലനവും ഇന്റേൺഷിപ്പും ഉൾപ്പെടെയുള്ള 3 വർഷത്തെ കോഴ്സാണ്. ഇനി യോഗ്യതകളെക്കുറിച്ച് പരിശോധിച്ചാൽ 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പൂർത്തിയാക്കിയിരിക്കണം. ഇനി അതോടൊപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിനായി ഒരു വിദേശ സർവകലാശാലയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റുകളായ IELTS, TOEFL അല്ലെങ്കിൽ PTE യോഗ്യതകൾ നേടിയിരിക്കണം. ഇതിനു വേണ്ട അടിസ്ഥാന സ്കോറുകൾ എത്രയെന്നുള്ളത് യൂണിവേഴ്സിറ്റികളെ പറ്റി വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ വിശദമാക്കാം. ഈ കോഴ്സ് പഠിക്കുക വഴി എന്തൊക്കെ തൊഴിൽ സാധ്യതകളാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ച് ഇനി വിശദമാക്കാം. ഡയാലിസിസ് ടെക്നീഷ്യൻ, റീനൽ സ്പെഷ്യലിസ്റ്റ് അസിസ്റ്റന്റ്, ക്ലിനിക്കൽ കോർഡിനേറ്റർ, ബയോമെഡിക്കൽ ടെക്നീഷ്യൻ. ഇനി ഈ ടെക്നോളജിയിലെ ഫാക്കൽറ്റിയായും ഒരു ഗവേഷകനായും ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട്. ഇനി ഈ തൊഴിൽ സാധ്യതകളെ കൂടുതൽ വിശദമാക്കാം. ഡയാലിസിസ് ടെക്നീഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യുകയും രോഗികൾക്ക് പരിചരണം നൽകുകയും ചെയ്യുന്നതിൽ പരിശീലനം നേടുക എന്നുള്ളതാണ്. റീനൽ സ്പെഷ്യലിസ്റ്റ് അസിസ്റ്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഫ്രോളജിസ്റ്റുകളായ ഡോക്ടർമാർക്ക് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനും അതിനു വേണ്ട ചികിത്സകൾ നൽകുന്നതിനും സഹായിക്കുക എന്നുള്ളതാണ്. ക്ലിനിക്കൽ കോർഡിനേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് ഷെഡ്യൂളുകളും രോഗികളുടെ രേഖകളും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ബയോമെഡിക്കൽ ടെക്നീഷ്യൻ എന്ന ഡെസിഗ്നേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് ഉപകരണങ്ങളുടെ പരിപാലനവും അവയുടെ റിപ്പയറിങ്ങുമാണ്. ഈ രംഗത്തൊക്കെ ധാരാളം തൊഴിൽ സാധ്യതകൾ നൽകുന്നതാണ് ഈ കോഴ്സ്. ഈ കോഴ്സിന്റെ ഒരു ഘടനയെപ്പറ്റി പരിശോധിച്ചാൽ ഡയാലിസിസ് ടെക്നോളജി രംഗത്തെ ടെക്നോളജികളെ പറ്റി പ്രാക്ടിക്കലായിട്ടും തിയറിറ്റിക്കലുമായിട്ടുള്ള പരിശീലനങ്ങൾ നേടുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. അതിനകത്ത് പഠിക്കാനുള്ള ഭാഗങ്ങളിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് റേണൽ സിസ്റ്റത്തിന്റെ അനാറ്റമിയും അതിന്റെ ഫിസിയോളജിയും പഠിക്കുക എന്നുള്ളത്. മൂന്നാമതായി വരുന്നത് ഡയാലിസിസ് ടെക്നോളജിയുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കുക എന്നുള്ളതാണ്. നാലാമതായി വരുന്നത് കിഡ്നി രോഗങ്ങളുടെ പതോഫിസിയോളജിയെ പറ്റി പഠിക്കുക എന്നുള്ളത്. അഞ്ചാമതായി വരുന്നത് ഡയാലിസിസ് രോഗികളുമായി ബന്ധപ്പെട്ട ഫാർമക്കോളജിയെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ആറാമതായി വരുന്നത് ഡയാലിസിസിനും അതിനുശേഷവുമുള്ള അണുബാധ നിയന്ത്രണങ്ങളും ഹൈജീനുകളും എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. ഏഴാമതായി വരുന്നത് ഡയാലിസിസ് രോഗികളുടെ പരിപാലനവും കൗൺസിലിങ്ങും വഴി അവരെ ഒരു പുതുജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതിൽ
വ്യക്തമായ പരിശീലനം ലഭിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രായോഗിക പരിശീലന രംഗത്ത് കൂടുതലായി കാണുന്നത് ഡയാലിസിസ് മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും അതുവഴി പേഷ്യൻറ്റിനെ നിരീക്ഷിക്കുന്നതിലുമുള്ള പരിശീലനം. ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കോഴ്സിൻ്റെ അവസാന വർഷം ഡയാലിസിസ് സെൻ്ററുകളിലോ ആശുപത്രികളിലോ നിർബന്ധമായിട്ടും ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട വിദേശ സർവകലാശാലകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന 5 വിദേശ സർവകലാശാലയെ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി വരുന്നത് സിഡ്നി യൂണിവേഴ്സിറ്റി. ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിഡ്നി യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. രേണൽ പരിചരണത്തിലും ഡയാലിസിസ് ടെക്നോളജിയും പ്രത്യേകമായിട്ടുള്ള പരിശീലനമാണ് കോഴ്സിന്റെ പ്രധാന ഘടകം. കോഴ്സിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 വർഷമാണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയമായി പഠിച്ചിരിക്കണം. IELTS മിനിമം സ്കോർ 7 എങ്കിലും വേണം. രണ്ടാമതായി ഈ കോഴ്സ് ഓഫർ ചെയ്തത് കിങ്സ് കോളേജ് ലണ്ടൻ ആണ്. UK-ലെ കിങ്സ് കോളേജ് ലണ്ടൻ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. കോഴ്സിന്റെ ദൈർഘ്യം 3 വർഷമാണ്. എലിജിബിലിറ്റി 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. മൂന്നാമതായി കോഴ്സ് ഓഫർ ചെയ്യുന്നത് ടൊറന്റോ യൂണിവേഴ്സിറ്റി കാനഡയാണ്. ലാംഗ്വേജ് പ്രൊഫഷൻസി റിക്വയർമെൻ്റായി കാനഡ ഡിമാൻഡ് ചെയ്യുന്നത് ടോഫൽ പരീക്ഷയിൽ മിനിമം 100 സ്കോറെങ്കിലും നേടിയിരിക്കണം എന്നുള്ളതാണ്. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് മാസ്ട്രിക്റ്റ് യൂണിവേഴ്സിറ്റി, നെതർലാൻഡ്. കോഴ്സിന്റെ ദൈർഘ്യം 3 വർഷമാണ്. IELTS ആണ് ലാംഗ്വേജ് പ്രൊഫഷൻസി യോഗ്യതയായി പരിഗണിക്കുന്നത്. IELTS മിനിമം സ്കോർ 7 എങ്കിലും വേണം. ഇതുകൂടാതെ നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ USA ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ജോൺസ് ഹോപ്കിൻ യൂണിവേഴ്സിറ്റി USA ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 വർഷമാണ്. എലിജിബിലിറ്റി 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. ടോഫലിന് മിനിമം 105 സ്കോറെങ്കിലും നേടിയിരിക്കണം. അതുകൂടാതെ ഓരോ രാജ്യത്തിൻ്റെയും പ്രാദേശികമായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻസ് വിസയ്ക്ക് വേണ്ട എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റുകളെല്ലാം പാലിച്ചിരിക്കണം. ഇനി ഈ കോഴ്സിന് വേണ്ട ആവറേജ് ചെലവുകൾ എന്തൊക്കെയെന്ന് പരിശോധിച്ചാൽ, നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷനായി ഓസ്ട്രേലിയയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആനുവൽ ഫീ $25 $25,000 to $40,000 ആവശ്യമായിട്ട് വരും. UK ആണ് നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ എങ്കിൽ $15,000 to $25,000 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും കോഴ്സ് ഫീ ആയി വരിക. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡയാണെന്നുണ്ടെങ്കിൽ $20,000 to $35,000 ആയിരിക്കും കോഴ്സ് ഫീ ആയി വരിക. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ നെതർലാൻഡ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട മറ്റേതെങ്കിലും രാജ്യങ്ങളാണെങ്കിൽ ഏകദേശം $10,000 to €20,000 ആയിരിക്കും ആനുവൽ ഫീ ആയി വരിക. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ USA ആണെന്നുണ്ടെങ്കിൽ $30,000 to $50,000 ആയിരിക്കും കോഴ്സ് ഫീ ആയി വരിക. ഇതുകൂടാതെ ഓരോ രാജ്യത്തെയും ലിവിംഗ് കോസ്റ്റ് അഡീഷണൽ ആയിട്ടുണ്ടായിരിക്കും. പല രാജ്യങ്ങളിലെയും ലിവിംഗ് കോസ്റ്റ് വ്യത്യസ്തമായിരിക്കും. ഇനി ഈ കോഴ്സിന് ലഭിക്കാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ, ഓസ്ട്രേലിയ ഡിമാൻഡ് ചെയ്യുന്നത് അവാർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്കോളർഷിപ്പാണ്. കോമൺവെൽത്ത് സ്കോളർഷിപ്പ് എന്ന പേരിൽ UK സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നു. 1 ഇയർ ഗ്രാജുവേറ്റ്സ് എന്ന പേരിൽ കാനഡ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നു. എറാസ്മസ് മുണ്ടസ് എന്ന പേരിൽ നെതർലാൻഡ് സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നു. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന പേരിൽ USA സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നു. ഇനി ഈ കോഴ്സ് വിദേശത്ത് പഠിച്ചതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിച്ചാൽ, ടെക്നോളജി രംഗത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജിയിൽ പ്രാവീണ്യം നേടുക എന്നുള്ളതും ആഗോള നിലവാരമുള്ള പഠനാന്തരീക്ഷത്തിൽ പഠനവും പരിശീലനവും നേടുക എന്നുള്ളതും ആണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. കാരണം നമ്മൾ വേൾഡ് റാങ്കിങ്ങിൽ ഹയർ റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കുന്നതെങ്കിൽ താരതമ്യേന നല്ല ശമ്പള സ്കെയിലിൽ ജോലികൾ വാഗ്ദാനം ചെയ്യുന്ന അനേകം ഹോസ്പിറ്റലുകളും ജോലി സാധ്യതകളും വിദേശ രാജ്യങ്ങളിൽ നിരവധിയായിട്ടുണ്ട്. ഈ അവസരങ്ങൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ വിദ്യാഭ്യാസം ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ധാരാളം ഗവേഷണ സാധ്യതകളും ഈ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രേണൽ പരിചരണ ഡയാലിസിസ് ടെക്നോളജിയെക്കുറിച്ചുള്ള ധാരാളം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ പല യൂണിവേഴ്സിറ്റികളിലും നടക്കുന്നുണ്ട്. ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതോടൊപ്പം ഈ രംഗത്ത് ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക്